നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, മനസ്സിലായോ? മനസ്സിലായില്ല. തിരിച്ചറിയുന്നില്ലേ ഈ ശബ്ദം? ആരാ? ഇനി ജീവിതാവസാനം വരെ എപ്പോഴും കേൾക്കേണ്ട ഒരു ശബ്ദത്തിന്റെ ഉടമയാ. ഞാൻ വിസ്മയ. ഇപ്പൊ മനസ്സിലായോ? ഓ, വിസ്മയാണോ? അപ്പോ മനസ്സിലായല്ലേ? ഇയാള് പറഞ്ഞപ്പോ മനസ്സിലായി. തന്റെ പാട്ട് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ശബ്ദം ഇതല്ല. അത് ഈ പാടുമ്പോ നമ്മള് ശബ്ദത്തിന് മോഡുലേഷൻ വരുത്തുമല്ലോ. ആ, അത് പോട്ടെ. ഇനി മുതല് ഞാൻ എന്താ വിളിക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഞാൻ എന്താ വിളിക്കേണ്ടത്? അഖിലേട്ടാന്നൊക്കെ വിളിക്കുന്നത് ഒരു തരം ജാമ്പവാന്റെ കാലത്തുള്ള വിളിയാ. ആ, അവള് വിളിച്ചതുപോലെ അഖിൽ സാർ എന്നൊന്നും ഞാൻ വിളിക്കില്ല. അഖിലേന്ന് വിളിച്ച അതൊക്കെ കോമണാ. ഡാ എന്ന് വിളിക്കുന്നതാ ഇന്നത്തെ ഫാഷൻ. എന്നെ ഡി എന്ന് വിളിച്ചോ. ഇയാൾക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഇപ്പോ ഇതൊക്കെയല്ലേ പറയേണ്ടത്? കേൾക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. നിനക്കെന്താടാ ഒരു രസമില്ലാത്തത്? എനിക്ക് പൊതുവേ ഈയിടെയായിട്ട് അങ്ങനെയാ. ഓ, നീ ഇപ്പോഴും അവളെ കുറിച്ചുള്ള ഓർമ്മകളിലായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ? എന്നാലേ അവളെല്ലാം മറന്നു. ആ താലിയും പൊട്ടിച്ചു മാറ്റി അവളൊരു പൂമ്പാറ്റയെ പോലെ പറന്ന് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. താലി പൊട്ടിച്ചു കളഞ്ഞോ? അതെ. ആ, അവള് നീ കെട്ടിയ താലി പൊട്ടിച്ചു കളഞ്ഞു. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാലേ അവൾ അത് ചെയ്തു. അതെ, ശ്യാമ ആ താലി പൊട്ടിച്ച് കളഞ്ഞു. ഹലോ ഹലോ, ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ഓ, അവൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. തെളിവ് തന്നാലോ? തെളിവോ? ആ, തെളിവ് ഞാൻ തരാം. ഞങ്ങള് പിരിയാൻ പോകുന്നതൊക്കെ ശരിയാ. പക്ഷെ ഞാനിട്ട താലിയൊന്നും അവള് പൊട്ടിക്കില്ല. എങ്കിലേ തെളിവ് ഞാൻ അയച്ചു തരാം. എന്നിട്ട് വിശ്വസിച്ചാ മതി. എന്താ? ഒന്നുമില്ല. നിന്റെ ഈ മുടിഞ്ഞ പ്രാർത്ഥന കണ്ട് ഒന്തമിട്ട് നിന്നു പോയതാ. ആ, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ.
ആ എന്തായാലും ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഹലോ. അവളുടെ ഫോട്ടോ കണ്ടു കാണുമല്ലോ. കണ്ടു. ഇനി വിശ്വസിക്കാലോ. താലിമാല ഇല്ലാത്ത ഫോട്ടോ കണ്ടു. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു സാഹചര്യമില്ല. അവൾ അഖിലിനെ എന്നേക്കുമായി മറന്നു. അവള് മനസ്സും മനസാക്ഷിയും സ്നേഹവും ഒന്നും ഇല്ലാത്തൊരു നികൃഷ്ട ജീവിയാ. അവൾക്കേ കാശ് മാത്രം മതി. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല വിസ്മയ. അത് അഖിലിന്റെ നല്ല മനസ്സ്. പക്ഷേ അവള് അങ്ങനെയല്ല. അവളെ എനിക്ക് പണ്ടേ അറിയാം. പണത്തോട് അത്യാർത്ഥി മാത്രം അവൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവൾ ആങ്ങളെയും ഗുണ്ടകളെയും വെച്ച് അഖിലിനെ തല്ലിക്കൊല്ലാൻ നോക്കിയത്. ഇത്രയൊക്കെ ക്രൂരതകൾ അവൾ അഖിലിനോട് ചെയ്തിട്ടും അഖിൽ അവളെ വെറുക്കുന്നില്ല. അതാ അഖിലിന്റെ നല്ല മനസ്സ്. ഈ മനസ്സാ എനിക്ക് വേണ്ടത്. ആനന്ദ നിലയത്തിലെ ഈ അഖിലിനെയാ എനിക്കിഷ്ടം. നീ എന്റേതാ, ഞാൻ നിന്റേതും. നമ്മുടെ കല്യാണം കഴിഞ്ഞ നമുക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് ഒന്നായി ജീവിക്കണം. അഖിലും വിസ്മയും ഒരുമിച്ച് ജീവിക്കുന്ന പരിസരം അത് സ്വർഗമായിരിക്കും. സ്വർഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.